ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിമ്മിൾസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗേൾസുള്ള ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലണ്ടനിലേക്കാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഞങ്ങളെല്ലാവരും വർക്ക് കൊളീഗ്സ് ആണ്. ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ട്രെയിൻ വഴിയാണ്. ഞങ്ങൾക്ക് വേണ്ടുന്ന ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് ഗ്രാനയാണ്. UK വന്നിട്ട് 20 വർഷത്തോളമായെങ്കിലും ഞാൻ ഇതുവരെയൊന്നും അധികം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ട്രെയിനാണ്. നോട്ടിംഗ്ഹാമിൽ നിന്നും സെൻറ്റ് പാൻക്രാസിലേക്കാണ് ഞങ്ങൾ ആദ്യമായി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5 8:30 തന്നെ റെഡിയായി നിൽക്കുകയായിരുന്നു. നമ്മുടെ പല സ്ഥലത്തു നിന്നാണെങ്കിലും എല്ലാവരും കൃത്യസമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം കളിയാക്കിയും കളിച്ചിരികളുമൊക്കെ ആയിട്ട് 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഡ്യൂട്ടിക്കൊക്കെ ഒന്നിച്ചാണെങ്കിലും പരസ്പരം സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. എല്ലാവരും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെ അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ലണ്ടൻ പാൻക്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ അങ്ങ് തുടങ്ങും എക്സ്പ്ലോർ ചെയ്യാൻ. ഇതാണ് ജിൻസി, നല്ല അടിപൊളി ഒരു ഫോട്ടോഗ്രാഫറാണ്. ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു കേട്ടോ എല്ലാവരും. കണ്ടേ, 8:15 പുറപ്പെട്ട ഞങ്ങൾ കൃത്യം 10:15 ആയപ്പം സെൻറ്റ് പാൻക്രാസിലെത്തി. നിന്നോ ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ. ഇപ്പോൾ ഞങ്ങൾ സെൻറ്റ് പാൻക്രാസിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിങ് ക്രോസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇനി കിങ് ക്രോസിൽ നിന്ന് വേണം നമ്മൾ ട്യൂബ് വഴി ഹൈഡി പാർക്കിലേക്ക് പോകാൻ. ഹൈഡി പാർക്കിലാണ് വിന്റർ വണ്ടർലാൻഡ്. അവിടെയാണ് നമ്മൾ കാണാനുള്ള കാഴ്ചകളും റൈഡുകളും എല്ലാം. ഇത് കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. നല്ലൊരു ക്രിസ്മസ് ട്രീ അവിടെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ക്രോസിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. കിങ് ക്രോസിലാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ കോണ്ടാക്ട്ലെസ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുമ്പോഴും നമ്മൾ വീണ്ടും നമ്മുടെ കോണ്ടാക്ട് കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കംപ്ലീറ്റ് ആകും. ഹോൾ ഡേ നമുക്ക് ആ ടിക്കറ്റ് വെച്ച് ട്രാവൽ ചെയ്യാം. ടിക്കറ്റ് നമുക്ക് റിസീപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ട് ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. നമ്മൾ ഈ കാർഡ് സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. അത് വെച്ച് ഇൻ ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോരുമ്പോൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് നമുക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പിക്കാഡിലി ലൈൻ വഴി വന്ന് നമ്മൾ ഹൈഡി പാർക്കിലേക്കുള്ള ട്യൂബിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ട്യൂബിനകത്ത് ഡയറക്ഷൻസ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഹൈഡി പാർക്ക് കോർണർ. ഹൈഡി പാർക്ക് കോർണറിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ആണിത്. എല്ലാവരും കൂടെ വിന്റർ വണ്ടർലാൻഡിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടർലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് വിന്റർ വണ്ടർലാൻഡിൽ ഹൈഡ് പാർക്കിലെ വിന്റർ വണ്ടർലാൻഡിലാണ്. ഇവിടെ നമുക്ക് ഐസ് റിങ് ഇതിലേക്കാണ് നമ്മൾ കയറുന്നത്. പക്ഷെ നമുക്കിത് ജനറൽ ആയിട്ടുള്ള ടിക്കറ്റാണ്. എല്ലായിടത്തേക്കും പോകുന്നത് ഈ ഗേറ്റിൽ കൂടെയാണ്. ഇത് ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഏരിയയാണ്. ഐസ് സ്കേറ്റിംഗ് അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ കയറി തകർത്തേനെ. ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു ചെറിയ സ്റ്റോളാണ്. ഇവിടെ നിന്ന് എല്ലാവരും മാറി മാറി ഫോട്ടോ എടുക്കും. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറായ ജിൻസിക്കൊരു പണിയായി. അങ്ങനെ പലരും പല രീതിയിലും പല പോസിലും ഫോട്ടോ എടുത്ത ഒരു ഷോപ്പാണ് ഇത്.
കാണുന്ന ഈ റൈഡ് കണ്ടോ, ഇത് 85 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മളെ ഈ റൈഡ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് മുകളിൽ ചെന്നതിന് ശേഷം താഴേക്കൊരൊറ്റ ഡ്രോപ്പിംഗ് ആണ്. കണ്ടിരിക്കുന്നവർക്ക് ഒരു രസമൊക്കെ ആണെങ്കിലും കയറുന്നവരുടെ ജീവൻ വരെ പോകുന്ന ഒരു റൈഡാണിത്. ഇത് നമ്മളെ 3D ഗ്ലാസ്സസ് ഒക്കെ വെച്ച് നമ്മളെ ഒരു റൈഡിനകത്ത് കയറ്റി വിടുന്ന പരിപാടിയാണ്. ആ റൈഡ് എന്ന് അവസാനിക്കുന്ന ഇങ്ങനെ ഒരു സീ ലൈഫ് പോലെയുള്ളൊരു വേർഡിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസ്സസ് ഒക്കെ മാറ്റും. പിന്നെ നമ്മൾ ഈ ജെല്ലി ഫിഷ് പോലെ കാണുന്ന അതിൽ കൂടെ ചവിട്ടി വേണം നമ്മൾ കടന്നു പോകാൻ. ഭയങ്കര രസമാട്ടോ. അതിൻ്റെ ബേസ് സ്പ്രിങ് ആണ്. നമ്മൾ ചവിട്ടുമ്പം ഇങ്ങനെ താന്നു പോകും. ഞങ്ങളെല്ലാവരും അത് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പവിഴപ്പിറ്റുകൾ പോലെ തോന്നിക്കുന്ന ഓരോ സ്റ്റെപ്സാണ് ഇവയൊക്കെ. വണ്ടർലാൻഡിൻ്റെ രാത്രി സമയത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 4 o'clock ശേഷം അവിടെ എല്ലാ ലൈറ്റുകളും ഓണാകും. ലണ്ടൻ ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാണാൻ പോകുന്ന ഇതാണ്. പക്ഷേ ഞങ്ങൾ 4 മണിയായപ്പോഴത്തേനും പോന്നിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചെത്തേണ്ടിയിരുന്നതുകൊണ്ട്. പക്ഷേ എൻ്റെ കസിൻ സിനിച്ചേച്ചി താമസിക്കുന്നത് അവിടെയാണ്. സിനിച്ചേച്ചി എനിക്ക് അയച്ചു തന്ന വീഡിയോസാണ് ഇവയൊക്കെ. ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. കാരണം ഒത്തിരിയേറെ പേര് ഇങ്ങനെ ലണ്ടനിലെ ലൈറ്റിംഗ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർക്കൊക്കെ ഈ ചാനലിലൂടെ ഇത് കാണാൻ സാധിക്കുമല്ലോ. അതുപോലെ സിനിച്ചേച്ചി ഈ വീഡിയോ അയച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്.
നമ്മള് വിന്റർ വണ്ടർലാൻഡിൽ നിന്ന് ഇനി ഞങ്ങള് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഗുഡ് ബൈ വിന്റർ വണ്ടർലാൻഡ്. ഇനി നമ്മള് ഗ്രീൻ പാർക്കിലേക്കാണ് അടുത്ത സ്റ്റോപ്പ്. ഹൈഡ് പാർക്കിൽ നിന്ന് ഗ്രീൻ പാർക്കിലേക്ക് അടുത്ത ട്യൂബ് ട്രെയിൻ കയറി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ജൂബിലി ലൈൻ വഴി ട്യൂബ് ട്രെയിൻ കയറാൻ പോവുകയാണ്. വന്നു പറഞ്ഞേടാ, എങ്ങോട്ടാ പോണേന്ന് പറ. നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോപ്പിന്റെ പേരാണ് ഗ്രീൻ പാർക്ക്. ഗ്രീൻ പാർക്ക് എന്ന ലണ്ടൻ ബ്രിഡ്ജേക്കുള്ള ട്യൂബ് ഞങ്ങൾ കയറിയാണ്. ട്യൂബിൽ ഞങ്ങൾ അധികം യാത്ര ചെയ്യാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്യൂബ് യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു. ലണ്ടൻ ഏരിയയിൽ താമസിക്കുന്നവർക്ക് ട്യൂബ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. ഗ്രീൻ പാർക്കിൽ നിന്ന് അടുത്ത ട്യൂബിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ട്യൂബിൽ കയറിപ്പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത ട്യൂബിന് കയറി ലണ്ടൻ ബ്രിഡ്ജ് വന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീണ്ടും റീയുണൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്, ലണ്ടനിലെ ലണ്ടൻ ഷാഡ്. അതെ ബോട്ടിങ്ങിനൊക്കെ പോവാം. ഇന്നിപ്പോ സമയമില്ല അല്ലേ. ഇവിടെ നല്ല ഇരുട്ടായി കേട്ടോ. 4:30 ആയതേ ഉള്ളൂ, പക്ഷെ മൊത്തം ഇരുട്ടായി. അത് കാണാത്ത രീതിയിലെടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടന്നു വരുന്ന കണ്ടോ. അവൻ്റെ ഇപ്പം ഈ കാണുന്നതാണ് ലണ്ടൻ്റെ ടവർ ബ്രിഡ്ജ്. എല്ലാവരും കരുതും ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന്, പക്ഷേ ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്, ഇത് ടവർ ബ്രിഡ്ജാണ്. ഈ പേര് ഇതിന് കിട്ടുവാൻ കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് ടവർ ഓഫ് ലണ്ടൻ എന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തായതുകൊണ്ടാണ്. ഈ കാണുന്ന ഈ ബ്രിഡ്ജാണ് പ്രോപ്പർ ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് തന്നെ ഒത്തിരിയേറെ കലാമിറ്റീസിൻ്റെ ഒരു കേന്ദ്രമാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടാക്കി ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യമായിട്ട് വലിയൊരു ഫയർ ഉണ്ടാക്കി 3000-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് 1282-ൽ 5 ആർച്ച് കൊളാപ്സായി. അതിന് കാരണം വിൻ്റർ പ്രഷറായിരുന്നു. വിൻ്റർ ഐസിൻ്റെ പ്രഷർ മൂലമാണ് 5 ആർച്ച് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ 5 ആർച്ച് കൊളാപ്സായത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിലും അത് ഉടൻ തന്നെ അവർ റിപ്പയർ ചെയ്തിരുന്നു. ഈ കാണുന്ന ഈ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഷ്രാഡ്. ലണ്ടനിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് ഷ്രാഡ്. അതിൻ്റെ ഹൈറ്റ് ഏതാണ്ട് 300 മീറ്റേഴ്സാണ്. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വിൻസ്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ.
എല്ലാരും ഇങ്ങോട്ടും നോക്കിയാടാ. ഹലോ, ഇതാണ് നമ്മുടെ വീഡിയോ ഉള്ളേ. കളറ് മാറി മാറി. അങ്ങനെ ഞങ്ങൾ ലണ്ടനൊക്കെ കണ്ട് തിരിച്ച് അവശതയായിട്ട് വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ്. എല്ലാവരുടെയും മുഖം ഒന്ന് നോക്കി. എടി എത്തിയോടി താഴെ. അങ്ങനെ കുറച്ച് ചൈനീസ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ അവസാനിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ നോട്ടിഹാമിലേക്ക് പോരുകയുമാണ്. ഷ്രിംപ് ഇട്ടിട്ടുള്ള ഒരു ചൈനീസ് നൂഡിൽസ് ഏതായാലും അടിപൊളിയായിരുന്നു. വിശന്ന് പുരിഞ്ഞു കഴിയുമ്പോൾ എന്ത് ഷ്രിംപ് എന്ത് ചൈനീസ്.